കഴിഞ്ഞ തവണ ഞാനൊരു വിശകലനം നടത്തുകയും ഞാൻ ഏറ്റവും കൃത്യമായി നിങ്ങളോട് ഒരു 75 സീറ്റുകളോളം നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു 73-നും 78-നും അടക്കമുള്ള സീറ്റുകളോടുകൂടി പിണറായി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് പെർസെൻറ്റേജിൽ വന്നിട്ടുള്ള വർധനവുമായി ബന്ധപ്പെട്ട് എന്തോ പരാജയം CPM-ന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള നിലക്കാണ് ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു, ആ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കണക്കുകളൊക്കെ അസംബന്ധമാണ്. കാരണം എത്ര പേർ കൂടുതലായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2,12,00,000 ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ അതിനേക്കാൾ എത്ര കൂടുതൽ, ഒരു 2,17,00,000 ആളുകൾ വോട്ട് ചെയ്താൽ പോലും 5 ലക്ഷം ആളുകൾ കൂടുതൽ വോട്ട് ചെയ്താൽ പോലും 80% വരും. അപ്പോൾ അങ്ങനെ 5 ലക്ഷം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാ മണ്ഡലങ്ങളിലും കൂടിയിട്ടുണ്ടാകും എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ചില മണ്ഡലങ്ങളിൽ കൂടിയിട്ടുണ്ട്, ചില മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 18,000 വോട്ടുകൾ നമ്മുടെ ബേപ്പൂർ കൂടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും കൂടിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഫൈനൽ കണക്കുകൾ ഇപ്പോഴും വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി താമസിച്ചായിരിക്കും പുറത്തുവിടുക. പക്ഷേ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ആളുകൾ കാണാത്തൊരു കാര്യമെന്ന് പറയുന്നത്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്കറിയാം വലിയ വോട്ടിംഗ് ടേൺ ഔട്ടാണ് ഉണ്ടായത്. പക്ഷേ ആ ടേൺ ഔട്ട് ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് നിതീഷ് കുമാറിനെ ആളുകൾ മടുത്തു, ഇതാ തിരിച്ച് അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെയുള്ള പ്രചാരണങ്ങൾ കൊടുത്തു. പക്ഷേ പ്രചാരണമൊന്നും ഫലവത്തായില്ല. യഥാർത്ഥത്തിൽ 4-3 ഭൂരിപക്ഷത്തോടുകൂടി അവിടെ നിതീഷ് കുമാർ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് ചില രാഷ്ട്രീയ ഇക്വേഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. രാംവിലാസ് പാസ്വാന്റെ മകനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഒക്കെ കൂടി NDA-യോടൊപ്പം ചേർന്നതിൻ്റെ ചില ഗുണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. 99 സീറ്റുകളിലേക്കോ 98 സീറ്റുകളിലേക്കൊന്നും അവരെത്തും എന്ന് പറയുന്ന വിശ്വാസവും എനിക്കില്ല. പക്ഷേ എത്ര വലിയ തിരിച്ചടിയായിരിക്കും അവർക്ക് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് നോക്കാനുള്ളത്. ആ തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നത്, ഒരു തിരിച്ചടി കിട്ടും. 10-25 സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ 73-നും 78-നും അടക്കമുള്ള സീറ്റുകളിലേക്ക് കിട്ടിയേക്കാം. അതിൽ 2 പ്രധാനപ്പെട്ട ഫാക്ടറുകളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും സാധാരണ ഈ പറയുന്ന പോലെ MLA-മാർക്ക് വലിയ തോതിലുള്ള ജനസ്വാധീനം ഉണ്ടായിരുന്നു. കൂടാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പാളിയിരുന്നു. അതുപോലെ തന്നെ പ്രചരണ തന്ത്രങ്ങളൊക്കെ പാളി. പ്രചരണ തന്ത്രങ്ങളിലേക്ക് പിന്നീട് വരാം. ആദ്യം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പാളി. കാരണം വലിയ തോതിൽ ജനപിന്തുണയുള്ള MLA-മാരാണ്, പ്രത്യേകിച്ച് CPI-യുടെയും ഘടകകക്ഷികളിലേക്കാണ് വലിയ തിരിച്ചടി ഇത്തവണ നേരിടാൻ പോകുന്നത്. അത്തരത്തിൽ വലിയ തിരിച്ചടിയാണ് ഈ പറയുന്ന പോലെ നേരിടാൻ പോകുന്നത്. പക്ഷേ ഘടകകക്ഷികൾക്ക്, പക്ഷേ CPM അത് പിടിച്ചു നിൽക്കും. കാരണം അവരുടെ MLA-മാരുടെ പിൻബലം കൊണ്ട്, MLA-മാരുടെ ജനസ്വാധീനം കൊണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ കുഴപ്പം ഉണ്ടാകാതെ അവർ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. യാതൊരുവിധ മാറ്റവും അതിനില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തവണ ഏറ്റവും കുറഞ്ഞത് ഇപ്പം ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഒരു 10 ലക്ഷമോ 12 ലക്ഷത്തിലധികവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത് സ്ത്രീകളും പുരുഷന്മാരുമായി നോക്കിയാൽ സ്ത്രീകളാണ്. സാധാരണ കേരളത്തിൽ അത്തരത്തിൽ സ്ത്രീകളുടെ ടേൺ ഔട്ട് കൂടാറില്ല. പലപ്പോഴും വോട്ടർ പട്ടികയിൽ സ്ത്രീകളുടെ നമ്പറായിരിക്കും കൂടുതൽ, പക്ഷേ വോട്ടർ ടേൺ ഔട്ട് സ്ത്രീകളുടെ അത്രത്തോളം കൂടാറില്ല. അങ്ങനെ കൂടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 62 ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കിട്ടുന്ന, ഏറ്റവും ഒടുവിൽ ആ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ ഒരു മാസം അഡ്വാൻസായിട്ടായി കൊടുത്തിട്ടുള്ള, കൂടാതെ വീട്ടമ്മമാർക്ക് 32 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കൊടുക്കാനുള്ള പദ്ധതി തുടങ്ങുകയും അതിലേതാണ്ട് 16-18 ലക്ഷം പേർക്ക് കൊടുത്തു തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അടക്കം വലിയ കാര്യങ്ങൾ ഇടതുപക്ഷത്തിന് ഗുണകരമായി സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, പ്രചരണ തന്ത്രങ്ങളിൽ ആകെ പാളിപ്പോയിട്ടുള്ള കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് മുഴുവൻ പാളി എന്ന് ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ വികസനം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അജണ്ട തീരുമാനിക്കാൻ CPM-ഉം LDF-ഉം ഒക്കെ ആദ്യം ശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. അതിൻ്റെ കാരണം ഡീൽ ആരോപണങ്ങളിൽ കുടുങ്ങി അതിന് മറുപടി പറയേണ്ടി വന്നു ഒരു 4-5 ദിവസങ്ങളിൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് പാലക്കാട്ട് NMR റസാഖ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ വെച്ചതൊരു അവസരമായി കണ്ടുകൊണ്ട് ഒരു മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം തന്നെ പാലക്കാട്ടിൽ ഒരു ആരോപണം ഇവർ ഉന്നയിക്കുകയും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ BJP-ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന CPM-ആണ്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം നടത്താൻ UDF-ന് സാധിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ഘട്ടത്തിൽ LDF-ന്റെ കയ്യിൽ നിന്ന് അജണ്ടകൾ തീരുമാനിക്കാനുള്ള ഒരു കെൽപ്പ് പോവുകയും അജണ്ടകൾ തീരുമാനിക്കുന്നതിലേക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എത്തുകയും ചെയ്തു. കൂടാതെ SDPI ബന്ധം ഉപയോഗിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും അറ്റാക്ക് നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അറ്റാക്കുകൾ കൊണ്ട് ചെറിയൊരു ഗുണം അവർക്കുണ്ടായി. പക്ഷേ ആ
ഗുണം ഉണ്ടായിക്കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ നാളുകളിലേക്ക് വന്നപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വയനാടിലെ ചൂരൽമല ഫണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ ആ ഫണ്ട് അടിച്ചു മാറ്റിയതാണെന്ന് പറയുന്ന വലിയ പ്രചാരം കൊടുക്കാനും വീണ്ടും പ്രചരണത്തിൽ മേൽക്കൈ നേടാനും സാധിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പാട്ടുകൾ 4 പാട്ടുകൾ വൈറലായതിനെക്കുറിച്ചും വലിയ തോതിൽ ജനങ്ങൾ ആഘോഷമാക്കിയതിനെക്കുറിച്ചുമൊക്കെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതിൽ ഈ പറയുന്ന പോലെ ഫണ്ടവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പാട്ടുകളിലൂടെ വലിയ പ്രചാരം സിദ്ധിക്കാനായിട്ട് സാധിച്ചു. ഇവരുടെ കൈകളിലേക്കാണോ, അതായത് 100 വീടൊക്കെ പറഞ്ഞിട്ട് അതിൽ ഒരു വീട് പോലും വെച്ചു കൊടുക്കാത്ത, പിരിച്ച പണം പോലും കാണാത്ത ആളുകളുടെ കയ്യിലേക്കാണോ കേരളത്തിൻ്റെ ഖജനാവ് ഏൽപ്പിക്കേണ്ടത്, ഏതാണ്ട് 2 ലക്ഷം കോടിയുടെ അടുത്ത് വരുന്ന ഖജനാവ് ഏൽപ്പിക്കേണ്ടതെന്ന് പറയുന്ന വലിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു വാസ്തവമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരു പിടിച്ചു നിൽക്കാനായിട്ട് യഥാർത്ഥത്തിൽ CPM കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും 98 സീറ്റുകളിലേക്ക്, അതായത് PV അൻവർ കൂടി പോയതിനു ശേഷമുള്ള 98 സീറ്റുകളിലേക്കൊന്നും ഒരിക്കലും എത്തില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്നാണ്. പിന്നെ UDF അനുകൂലമായി സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിം കൺസോൾട്ടേഷനാണ്. പക്ഷേ ആ മുസ്ലിം കൺസോൾട്ടേഷനിൽ പോലും ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാന്തപുരം AP സമസ്ത വിഭാഗത്തിൻ്റെ പരിപൂർണമായ പിന്തുണ നേടിയെടുക്കാനായിട്ട് CPM കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ SDPIക്കാരുടെ ചെറിയ വോട്ടുകളാണെങ്കിലും വളരെ നിർണായകമാകാവുന്ന 1.38% വോട്ടുകളുടെ പിന്തുണ നേടിയെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ മലബാറിൽ ഒന്ന് പിടിച്ചു നിൽക്കാനും, മലബാറിന് ശേഷം മലബാറിലെ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു 28 സീറ്റുകൾ UDFനും 21 സീറ്റുകൾ LDFനും കിട്ടും. മധ്യമേഖലയിൽ, അതായത് അവിടെ നിന്ന് വീണ്ടും 5 മണ്ഡലങ്ങൾ കൂടി പാലക്കാടും തൃശ്ശൂരും എറണാകുളവും അതുപോലെ തന്നെ കോട്ടയം വരെയുള്ള ജില്ലകൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ 5 ജില്ലകൾ കൂടി എടുക്കുമ്പോൾ പോലും ഏതാണ്ട് ബലാബലം ഈക്വലാണ്. 51 UDFനും 50 LDFനും എന്നാണ് പറഞ്ഞത്. പക്ഷേ തെക്കൻ കേരളത്തിലെ 4 ജില്ലകൾ, പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം ആലപ്പുഴ, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ പത്തനംതിട്ട, നമുക്കറിയാം ഈ പറയുന്ന തിരുവനന്തപുരം, ഇടുക്കി ഞാൻ നേരത്തെ മധ്യ കേരളത്തിനൊപ്പം കൂട്ടിയിരുന്നു. അപ്പോൾ ഈ 4 ജില്ലകളിൽ 39 സീറ്റുകളാണുള്ളത്. ആ 39 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 4 മാത്രമേ UDFന് ഉണ്ടായിരുന്നുള്ളൂ. UDF വലിയ വർധനമുണ്ടാക്കും, കാരണം ആലപ്പുഴയിലൊക്കെ വലിയ വർധനമുണ്ടാക്കും. പക്ഷേ എങ്കിൽ പോലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കൂടി 10 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചാലും 14 സീറ്റുകളിലേക്ക് മാത്രമേ അവർക്ക് എത്തുവാൻ കഴിയൂ. അപ്പോൾ ബാക്കിയുള്ള 25 സീറ്റുകളിൽ ഇപ്പോഴും അപ്രമാദിത്വം തുടരുന്നത് CPM ആണ്, LDF ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അങ്ങനെ LDF ഭരണത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിനൊരു മാറ്റവും ഇപ്പോഴില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിണറായി തുടരും എന്നുള്ളത് തന്നെയാണ് മെയ് 4 സംഭവിക്കാനിരിക്കുന്നത്. ഈ പറയുന്ന ചർച്ചക്കാരുടെയൊക്കെ വ്യാമോഹങ്ങൾ പൊളിഞ്ഞെടുങ്ങും. ഇതെനിക്ക് പിണറായി തുടരണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടല്ല, ഇത് ഫാക്റ്റ് ആയതുകൊണ്ടാണ്. ഞാൻ നാരദ ന്യൂസിൽ മാത്യു സാമുവലിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ചീത്തയായിട്ടുള്ളൊരു കാര്യം, അന്ന് BJP അധികാരത്തിൽ വരുമെന്ന് പറയാതെ കർണാടകത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞതാണ്. BJP തകർന്നടിയുമെന്ന് പറഞ്ഞതാണ്. കൃത്യമായി ഓരോരുത്തർക്കുമുള്ള സീറ്റുകൾ, അതായത് ജനതാദൾ എന്ന് പറയുന്ന ഒരു പാർട്ടി, HD ദേവഗൌഡയുടെ ഒക്കെ പാർട്ടി 20 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്ന് പറഞ്ഞതാണ്. കൃത്യം 19 സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രവചിച്ചിട്ടുള്ളതാണ് ഞാൻ. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. CP റാഷിദിനെ പോലെയുള്ള ചില ആളുകൾ 100 സീറ്റുകളൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. CP റാഷിദിൻ്റെയൊക്കെ പ്രവചനമൊക്കെ തകർന്നു പോയൊരു തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭയിലേക്കാണ്. ആ 2024 ലോക്സഭയിൽ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് 350 സീറ്റുകളിലധികം BJP നേടുമെന്ന് പറഞ്ഞതാണ്. അതുപോലെ CP റാഷിദും ഒക്കെ ഇവിടെ നിന്ന് 300-ലധികം സീറ്റുകളിലേക്ക് BJP കുതിക്കുമെന്ന് പറഞ്ഞതാണ്. ഏതാണ്ട് 400 സീറ്റുകൾക്കടുത്ത് NDA എത്തുമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അന്ന് തന്നെ 2 മാസം മുമ്പ്, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1.5 മാസം മുമ്പ് ക്രൈം ഓൺലൈനിൽ നന്ദകുമാറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം BJPക്ക് സീറ്റുകൾ കുറയും, വലിയ തോതിൽ സീറ്റുകൾ കുറയും, ഇന്ന സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുറയുമെന്ന് പറഞ്ഞിരുന്നു. അത് 330-ൽ നിന്ന് 240 കണ്ടതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു, ഒരു 73-നും 78-നും നടക്കുള്ള സീറ്റുകൾ നേടി പിണറായി തുടരും.